എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ മഴക്കാലത്ത് നമ്മുടെ റോസാച്ചെടികളെ ഒരുപാട് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. റോസാച്ചെടിയിൽ മാത്രമല്ല പച്ചക്കറി തൈകളും ഇൻഡോർ പ്ലാന്റ്സിനും ഒക്കെ ബാധിക്കാറുണ്ട് അല്ലേ. റോസാച്ചെടിയുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടുകൾ മുരടിച്ചു പോവുക, ഇലകൾ മുരടിച്ചു പോവുക, പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുക, കമ്പുകൾ കറുത്തു പോവുക, ഇല മഞ്ഞളിച്ചു പോവുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം മാറി നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ വലിയ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം കേട്ടോ. അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള നല്ലൊരു ജൈവവളവും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റോസാച്ചെടി നോക്കി നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല, മുരടിപ്പൊന്നും ഇല്ലാതെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു റോസാച്ചെടി നോക്കി പൂക്കൾ വരുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്നത് ഒരിക്കലും നമ്മൾ നിർത്തരുത്. അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ചെടിച്ചട്ടിക്ക് അകത്തേക്ക് വേറൊരു പോട്ടി മിക്സ് തയ്യാറാക്കി മാറ്റിയിട്ട് കുറച്ച് പോട്ടി മിക്സ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് മുരടിപ്പോണ്ടുണ്ടാകുന്നതാണ് കേട്ടോ. പ്രാണികളുടെ ശല്യവും ത്രിപ്പിൻ്റെ ശല്യവും കൊണ്ട് ഉണ്ടാകുന്നതാണ് ആ ഒരു മുരടിച്ച പൂക്കളും മുട്ടുകളും കുഞ്ഞു കുഞ്ഞു പൂക്കളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണിത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കായപ്പൊടിയാണ് കേട്ടോ. അതായത് സാമ്പാർ കായം. ഇതിൻ്റെ സാമ്പാർ കായത്തിന് ഉപയോഗിക്കുന്ന കട്ടയും ഉപയോഗിക്കാം, അതായത് കായക്കട്ട ഉപയോഗിക്കാം കേട്ടോ. അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന കായപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി എടുക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് ഇതിന്. നിങ്ങളത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും പ്രാണികളൊക്കെ പെട്ടെന്ന് പറന്നു പോകുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കായപ്പൊടി എടുക്കുക. ഇല്ലെങ്കിൽ സാമ്പാറിൻ്റെ കായക്കട്ടയാണ് സാമ്പാറിന് ഉപയോഗിക്കുന്ന കായക്കട്ട കേട്ടോ. അത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അതാണെങ്കിൽ ഒരു ചെറിയൊരു പീസ്, കുഞ്ഞൊരു കഷ്ണം, വളരെ കുറഞ്ഞ ഒരു ചെറിയൊരു കഷ്ണം മാത്രം മതി. നമ്മൾ സാമ്പാറിനകത്ത് ഇടുന്ന അത്രയും വേണ്ട, അതിലും കുറച്ച് മതി കേട്ടോ. നല്ല പവർഫുള്ളാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് അരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനതില്ലാത്തത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എനിക്കിപ്പം വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കായപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടെങ്കിൽ ഇലകളൊക്കെ ഭയങ്കരമായിട്ട് മുരടിച്ച് നിൽക്കുകയാണ്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കായപ്പൊടി മാത്രമാണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് സ്പ്രെയറിനകത്താക്കിയിട്ട് നമുക്ക് നമ്മുടെ റോസാച്ചെടികൾക്കെല്ലാം നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയാണല്ലോ. അപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയത്ത്, ഒരു ചെറിയ വെയിലൊക്കെ കാണുന്ന സമയത്ത് വൈകുന്നേരം ഒരു 4 മണി 5 മണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. കാരണം പ്രാണികളുടെ ശല്യം വണ്ടികളുടെ ശല്യം ഒക്കെ കൂടുന്നത് വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇലകളിലാണ് സ്പ്രേ ചെയ്യുന്നത്, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് പച്ചക്കറി തൈകൾക്കും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സിനും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെടികളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ, അതായത് ബാൽക്കണിയിലൊക്കെ വെച്ചേക്കുന്ന, സിറ്റൗട്ടിലൊക്കെ വെച്ചേക്കുന്ന ചെടികൾക്ക് ഒരു ഭയങ്കരമായിട്ട് കണ്ണീച്ചകളുടെ ശല്യം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കിച്ചണിലെ സ്ലാബിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കണ്ണീച്ചകളുടെ ശല്യം ഒഴിവായി കിട്ടും കേട്ടോ. അത് നല്ലൊരു ഗുണമാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറോടെ കൊടുക്കാം. ഈ ഒരു മഴക്കാലത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. ഫെർട്ടിഫ്ലോ ബാലൻസ് എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണ്. ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു റോസ് കളറാണ് കേട്ടോ. നല്ലൊരു റിസൾട്ടാണിത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടാണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി. ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയതും ധാരാളം NPK അടങ്ങിയതുമായ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇത്. ഇതിൻ്റെ പല കമ്പനി പേരുണ്ട്. അത് നമുക്ക് ഇത് ഫെർട്ടിഫ്ലോ എന്ന് ചിലതിനുണ്ടെങ്കിൽ വേറെ പേരുകളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയായാലും നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ വളക്കടകളിൽ ചോദിച്ചു നോക്കുക. ഫെർട്ടിഫ്ലോ ബാലൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനനുസരിച്ച് വെള്ളം ഡൈല്യൂട്ട് ചെയ്തു. 1 ലിറ്ററിനകത്ത് 1 ടേബിൾ സ്പൂണാണ്. അത് കണക്കാക്കി നമുക്ക് വെള്ളം കൂട്ടിയും ഈ പൗഡർ കൂട്ടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കണക്കിലൊന്നും എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് 2 ചെടികൾക്ക് ഒഴിക്കാൻ കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെടികൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2-3-4 ടേബിൾ സ്പൂൺ ഇടുക. എന്നിട്ട് ഓരോരോ ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട്
എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ ഒരു 4-5 സ്പൂൺ ഇട്ടതുകൊണ്ട് തന്നെ 5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 5-6 ലിറ്ററും മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എത്രയാണോ അളവ് അതിനനുസരിച്ച് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ വെള്ളത്തിന്, ഒരു ലൈറ്റ് ബ്ലൂ കളർ പോലെ വരും മിക്സ് ചെയ്യുമ്പോഴത്തേനും. അപ്പം നല്ലൊരു റിസൾട്ടാണിത്. ഇത് നമുക്ക് മഴ മാറി നിൽക്കുന്ന നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരുപാട് ജൈവവളങ്ങൾ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ട, ഇടയ്ക്കും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കൂടുതലും ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലുള്ള വളവുമാണ് ഈ മഴക്കാലത്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു വളം നമുക്ക് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഒരുപാട് കട്ടി കൂടിയ ഒരു വളമല്ല, ലൈറ്റ് ആയിട്ടുള്ള വെള്ളം പോലത്തെ ഒരു ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാവേ. അപ്പോൾ ഇതൊരു മഴ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയിൽ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓരോ കപ്പ് വീതം ഓരോ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും, നല്ലപോലെ പുതിയ തടവപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് മാറി മഴ സമയത്താണെങ്കിലും വെയിലുള്ള സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ റോസാ ചെടിക്കും ഏത് ചെടികൾക്കും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ ചെടി വളരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ മഴ മാറുന്ന സമയത്ത് മാത്രമേ നമ്മൾ നല്ല വളങ്ങളും നല്ല കീടനാശിനികളും ഒക്കെ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ദൂഷ്യമായിരിക്കും കിട്ടുന്നത്. കാരണം ഒരുപാട് വളങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഇലമഞ്ഞളിപ്പൊക്കെ ഉണ്ടാകും. അപ്പം ഞാനിത് ഓരോ കപ്പ് വീതം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. നല്ല രീതിയിലുള്ള വളർച്ചയായിരിക്കും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം കാണിച്ച ഇലമുരടിപ്പിനുള്ള കായപ്പൊടിയുടെ ആ ഒരു ഇതും നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.